ഗായ്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി തായ്ലൻഡ് മലേഷ്യ പെട്ടി വെട്ടിക്കൽ. ഓക്കെ, ലെറ്റ്സ് അൺബോക്സ്. എല്ലാ സാധനവും കൂടെ നിലത്താവണ്ട, ഈ പെട്ടിയെല്ലാം കൂടെ ബെഡിലാക്കേണ്ട എല്ലാ സാധനവും കൂടെ. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ സാധനവും ഇവിടെ തുറന്നിട്ടിരിക്കുകയാണ്. മറ്റേ പെട്ടി ബെഡിൽ വെക്കണ്ടേ, ആ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ അൺബോക്സ് ചെയ്യാം, ലൈക്ക് ഡ്രസ്സസ് ആണ്. നമ്മൾ കുറച്ച് ഡ്രസ്സ് വാങ്ങി. ഇത് മലേഷ്യനാണ് മെയിൻലി ഡ്രസ്സ് എല്ലാം വാങ്ങിച്ചത്. തായ്ലൻഡിൽ ഡ്രസ്സ് കൊള്ളാം, പക്ഷെ എന്താ കുറച്ചുകൂടെ സ്ട്രീറ്റ് വെയർ, ബീച്ച് വെയർ ടൈപ്പാണ്. പക്ഷെ മലേഷ്യയിൽ നമുക്ക് നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടും. അപ്പൊ നമ്മൾ മലേഷ്യ വാങ്ങണ്ടേ. ഇത് അവിടുത്തെ ഒരു ലോക്കൽ ബ്രാൻഡാണ്. ഒരു സ്വെറ്റ് ഷർട്ട് കൊള്ളല്ലേ. അപ്പൊ ആ ഒരു സെറ്റ് ഷർട്ട് മേടിച്ചു. പിന്നെ ഞാൻ 1-2 ഡ്രസ്സുകൾ വാങ്ങി, പക്ഷെ നമ്മൾ അത് ഇട്ട് അലക്കാനിട്ടതുകൊണ്ട് അതില്ല. പിന്നെ ഇത് സാറേന്ന് ഒരു ടീഷർട്ടാണ്, സാറ. ദെൻ ദിസ് വൺ ഓൾസോ ഐ തിങ്ക് ഇത് ഏതാ ബ്രാൻഡ്, ദിസ് വൺ യുണീക്ലോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. ആ യുണീക്ലോ എന്നുള്ള ബ്രാൻഡ് ആക്ച്വലി അത് മെയിൻലി നമ്മൾ സിംഗപ്പൂർ പോയപ്പോൾ കണ്ടു, പിന്നെ തായ്ലൻഡ്, മലേഷ്യ, ഈ 3 സ്ഥലത്താണ് ഞാൻ അവിടെ പോയിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. പക്ഷെ നല്ല ബ്രാൻഡാണ്. ലൈക്ക് മെറ്റീരിയൽ വൈസ് അടിപൊളിയാണ്, നല്ല ലാസ്റ്റ് ചെയ്യും. എപ്പോഴെങ്കിലും യുണീക്ലോയുടെ മെറ്റീരിയൽസ് കാണുകയാണെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ആൻഡ് ഇത് യുണീക്ലോയുടെ പാൻറ്റാണ്. ഞാൻ ഒരു പാൻറ്റോടെ വാങ്ങിച്ചിട്ടുണ്ട്, യുണീക്ലോന്റെ ഒരു ക്രീം കളറിൽ, ബട്ട് അത് ഞാൻ അലക്കാനിട്ടതാണ്. യുണീക്ലോ ആക്ച്വലി മെയ്ഡ് ഇൻ ഇന്ത്യയാണ്, പക്ഷെ ഇന്ത്യയിൽ അത് അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കുറെ നോക്കി, എനിക്ക് പറ്റിയില്ല. ഓൺലൈൻ അവൈലബിൾ ആണെന്ന് കേട്ടു, പക്ഷെ കിട്ടിയിട്ടില്ല ഇതുവരെ. നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല ഓൺലൈനിൽ. അപ്പം കിട്ടുവാണെങ്കിൽ യുണീക്ലോ ഒരു നല്ല ട്രൈ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഒരു പാൻസ് തന്നെയാണ്. ഇത് എന്ന് പറയുന്നത് മുജി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്, ഒരു ജാപ്പനീസ് ബ്രാൻഡ് ആണെന്ന് തോന്നുന്നു മുജി. ആക്ച്വലി നമ്മൾ സൗദിയിലാണ്. സൗദിയിൽ ഈ ബ്രാൻഡ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പക്ഷെ മലേഷ്യയിൽ നമുക്ക് അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഈ മുജി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മുജിയുടെ ഒരു പാൻസ്. ദെൻ എഗെയിൻ പാൻസ് ആണ്. ഇത് സാറയിൽ തന്നെ ഓഫറിൽ വന്ന സമയത്ത് ഇത് നല്ല റേറ്റിലാണ് കിട്ടിയത്. എനിക്കൊരു 1200-1500 സാറയുടെ ഈ പാൻസ് കിട്ടിയത്. കിടിലൻ പാൻസ് ആണ് കേട്ടോ, നല്ല മെറ്റീരിയൽ ആണ്. ദെൻ നെക്സ്റ്റ് ഒരു സ്വെറ്റ് ഷർട്ട്, അല്ലെങ്കിൽ സ്വെറ്റ് ഷർട്ട് പോലെ തന്നെ ഒരു ജാക്കറ്റ് ആണ്. കൊള്ളൂല്ലേ, നല്ല രസമില്ലാണ്. അപ്പൊ ഈ ജാക്കറ്റ് എനിക്ക് ഇത് മലേഷ്യയിൽ തന്നെ അവിടെ തന്നെ ഒരു പാണ്ട വൈസ് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ലോക്കൽ ബ്രാൻഡാണ്, ബട്ട് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഒരു കോഫിയാണ്. മലേഷ്യയിൽ ഒരു സ്പെഷ്യൽ ആണല്ലോ. നെക്സ്റ്റ് കോഫിയാണ്. ഇത് മലേഷ്യയിൽ വാങ്ങിക്കാം കേട്ടോ, വൈറ്റ് കോഫി. മലേഷ്യൻ വൈറ്റ് കോഫി ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങിച്ചാണ് വൈറ്റ് കോഫി. അപ്പൊ എനിക്ക് നമ്മൾ താമസിച്ച റൂമിന്റെ അടുത്തൊരു കടയുണ്ട്, അപ്പൊ അവിടെ കുറെ മലയാളീസ്, ലൈക്ക് തമിഴ് ആൾക്കാർ കുറെ ഉണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞതാണ് ഈ ഒരു ബ്രാൻഡിന്റെ വൈറ്റ് കോഫി നൈസാണ്, ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഇത് പൗഡേഴ്സ് ആണ് കേട്ടോ. ദെൻ ഒരു കോഫിയുടെ മേടിച്ചു. ഇത് കോപ്പിക്കോടെ ക്രീമി ലാറ്റെ. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്, സൗദിയിൽ നിന്ന് ഞാൻ കുടിക്കാറുണ്ട്, നല്ല അടിപൊളിയാണ്, ഭയങ്കര ഇഷ്ടമാണ്. ദെൻ ഇതും നമ്മൾ മലേഷ്യ വാങ്ങിച്ചാൽ ഞാൻ പൊട്ടിച്ചിട്ടില്ല. വാൾനട്ട് സൺഫ്ലവർ സീഡ്സ് എന്നാണ്. ഫ്ലേവേർഡ് ആണോ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, ബട്ട് കണ്ടപ്പോൾ രസം തോന്നി, അങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇത് കുറച്ച് ചോക്ലേറ്റ്സ് ആണ്. ഇതും മലേഷ്യ തന്നെ കേട്ടോ വാങ്ങിച്ച ചോക്ലേറ്റ്സ്. നമ്മൾ തായ്ലൻഡിൽ നിന്ന് ആക്ച്വലി കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സും പിന്നെ കുറെ സാധനങ്ങളില്ലാതെ അധികവും മെജോറിറ്റി പർച്ചേസും ചെയ്തിട്ടുള്ളത് മലേഷ്യനാണ്. ഇത് കാരണം തായ്ലൻഡ് ടു മലേഷ്യ നമുക്ക് ആക്ച്വലി ലഗേജ് ഇൻ ദ സെൻസ് 10 കിലോ ആയിരുന്നു നമ്മുടെ ലഗേജും, പിന്നെ 7 kg ആയിരുന്നു നമ്മുടെ ക്യാരി ബാഗും. അപ്പോൾ നമുക്ക് ഒരുപാട് വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ ചോക്ലേറ്റ് പർച്ചേസ് ഒക്കെ ചെയ്തത് മലേഷ്യനാണ്. കുറെ ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ, നമ്മൾ കൊടുത്തു, വീട്ടിലൊക്കെ കൊടുത്തു കുറെ ചോക്ലേറ്റ്സ്. പിന്നെ ഒരു ഡ്യൂരിയാൻ ചോക്ലേറ്റ് വാങ്ങിച്ചായിരുന്നു ഞങ്ങള്, പക്ഷെ അത് കഴിച്ച് എല്ലാവരും വോമിറ്റ് ചെയ്തു. ആ ക്ലിപ്പ് എനിക്ക് ഇടാൻ പറ്റുമോ ഓർമ്മയില്ല. ഇതില് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. ദുരിയാന്റെ ചോക്ലേറ്റ് ഭയങ്കര ദുരിയാൻ സ്മെല്ലാണ്. ദുരിയാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാൻ. നമ്മൾ വാങ്ങിച്ചത് ഡെറിയാന്റെ വൈറ്റ് ചോക്ലേറ്റ് ആയിരുന്നു. ഓക്കെ, ഇനി ഇത് ചോക്ലേറ്റ് ആണ്, മലേഷ്യയിൽ തന്നെ. ഉള്ളില് നട്ട്സ് ഫില്ലിംഗ് ആണെന്ന് തോന്നുന്നു. ആൻഡ് ദിസ് ഓൾസോ ഞാൻ സ്ട്രോബെറി നഗറ്റ്സ്, നോഗാട്ട്സ് ക്രിസ്പ് സ്ട്രോബെറി എന്ന പേര്. ഐ മീൻ സ്ട്രോബെറി ഫ്ലേവേർഡ്. ഇതൊരെണ്ണം ഞാൻ പൊട്ടിച്ച് കഴിച്ചോട്ടോ. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ടർക്കിഷ് ഡിലൈറ്റ് ഇല്ലേ, ടർക്കിഷ് ഡിലൈറ്റിന്റെ ഒരു സ്ട്രോബെറി ഫ്ലേവർ അങ്ങനെയാണ് വരുന്നത്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു.
ഇനി നമ്മൾ തായ്ലൻഡിൽ നിന്ന് വാങ്ങിച്ച സാധനം, ഇത് ഞാൻ ഭയങ്കര റിവ്യൂ കേട്ടിട്ട് വീറ്റ കെരാറ്റിൻ നല്ലതാണ്, മുടിക്ക് ഹെയറിന് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറേ വ്ളോഗിൽ കണ്ടു. അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ ട്രൈ ചെയ്തിട്ട് പറയാം. പിന്നെ നമ്മളൊരു ബോഡി ലോഷൻ മേടിച്ചു തായ്ലൻഡിൽ നിന്ന്. ഇത് നമുക്ക് ആ ഷോപ്പിലെ പയ്യൻ പറഞ്ഞു ഇത് വെരി ഗുഡ് ആണ്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു അടിപൊളി പയ്യനെ കിട്ടിയായിരുന്നു നമ്മൾ സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ. അവൻ കുറേ നല്ല നല്ല ബ്രാൻഡ്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇത് പക്ഷേ നമ്മൾ യൂസ് ചെയ്തു, നല്ല അടിപൊളി സാധനം കേട്ടോ, നല്ല മോയ്സ്ചറൈസിങ് ആണ്, കൊള്ളാം. ദെൻ നമ്മള് പിന്നെ കുറേ ഫേസ് മാസ്ക് മേടിച്ചു. തായ്ലൻഡിൽ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഭയങ്കര അഫോർഡബിൾ ആണ് ഫേസ് മാസ്ക്. എനിക്ക് തോന്നുന്നു ഞാൻ 150 ബാത്ത് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു എത്ര രൂപ വരും, 450 വരും. 450ക്ക് എനിക്ക് 10 മാസ്ക് ആണ് കിട്ടിയിട്ടുള്ളത്. കുറേ ഉണ്ട് കേട്ടോ ഇതിൽ, കുറേ വെറൈറ്റി ഓഫ് മാസ്ക്. ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തു, നല്ലതാണ് കേട്ടോ. ക്യുക്കുംബറിന്റെ ഒരെണ്ണം ഇതാ, ദിസ് വൺ ഞാൻ യൂസ് ചെയ്തു. ഐ മീൻ ഇതിന്റെ വേറെ ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തു, നല്ലതാണ് കേട്ടോ. നല്ല മോയ്സ്ചറൈസിങ് ആണ്, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇത് അങ്ങനെ കുറേ മാസ്ക് മേടിച്ചു. സ്നീൽ പേൾ എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം തോന്നി, എല്ലാം ഞാൻ മേടിച്ചു. 24K ഗോൾഡ്, ഓറഞ്ച് ഹണി, ലൈക്ക് പിന്നെ ഇതാ സ്നീൽ ബ്രൈറ്റ്, അങ്ങനെ കുറേ ജിൻസൺ, ഇതിൻ്റെയൊക്കെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. അങ്ങനെ കുറേ എണ്ണം മേടിച്ചു. പിന്നെ ഇത് മലേഷ്യയിൽ നിന്ന് കിട്ടിയതാണ്. എനിക്ക് എത്ര രൂപയ്ക്കാ, 2 ringgit ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. 2 ringgit ഷോപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു 61 rupees അങ്ങനെ എന്താ വരുള്ളൂ. ഇതിന് നമുക്ക് ഐലാഷ് കളർ കിട്ടി. ഇത് ഞാൻ സ്റ്റുഡിയോയിലൊക്കെ നോക്കി വെച്ചായിരുന്നു, ബട്ട് അവിടെ കണ്ടപ്പോൾ ഞാൻ മേടിച്ചു. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് തായ്ലൻഡിൽ കുറച്ച് സൂം ഭാഷ, ഇത് തായ്ലൻഡിൽ തന്നെ കിട്ടിയിട്ടുള്ളൊരു സാധനം കേട്ടോ. ഇതെന്താണെന്നറിയോ, നമ്മുടെ അണ്ടർആം റോൾ-ഓൺ ആണ്. അണ്ടർആം റോൾ-ഓണിൽ ചെറിയൊരു സ്മെല്ലേ ഉള്ളൂ. ഇത് മാംഗോസ്റ്റിൻ ആണ് കേട്ടോ ഫ്ലേവർ. ഇത് ആക്ച്വലി ആലമാണ്, ലൈക്ക് ആലം അറിയില്ല, ആലം സ്റ്റോൺസ് നമ്മുടെ നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. ആലം സ്റ്റോൺസ് നമ്മുടെ നാട്ടിൽ ഇത്ര, പക്ഷെ ഇത് നല്ല പാക്കേജിങ്ങിലല്ലേ വരുന്നത്, നമുക്കപ്പം യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്. ഞാനിത് അസ്വി മലയാളം ഇല്ലേ, അവർ തായ്ലൻഡിൽ പോയപ്പോൾ ഈ സാധനം മേടിച്ചത്, അങ്ങനെയാണ് ഞാൻ നോക്കി മേടിച്ചത്. നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ തായ്ലൻഡിൽ മേടിച്ച സാധനമാണ് ഇത്, നല്ല കളർഫുൾ ആയിട്ടുള്ള സോക്സ്. ഇത് മേടിച്ചു, റെഡ് മേടിച്ചു, ഒരു ബ്ലൂ കൂടെ ഉണ്ട്, നമ്മൾ ഇട്ടു കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ തായ്ലൻഡിൽ മേടിച്ചാണ് കവറിലാണ് അവർ തരിക. കുറച്ച് സുവനീർസ് മേടിച്ചു തായ്ലൻഡിലെ ഫുക്കറ്റിൻ്റെ കുറച്ച് സുവനീർ. നമ്മൾ ഫുക്കറ്റിലാട്ടോ പോയത്. ഫുക്കറ്റ് ക്രാബി ആയിരുന്നു നമ്മൾ പോയിട്ടുള്ളത്. ആക്ച്വലി ഒരു 4 days ട്രിപ്പായിരുന്നു. ഫുക്കറ്റ് ക്രാബി, 2 ദിവസം ഫുക്കറ്റിലും 2 ദിവസം ക്രാബിയിലും. അങ്ങനെ ഇത് നല്ല കുറച്ച് എന്താ പറയുക, തായ്ലൻഡിൻ്റെ കുറച്ച്. പിന്നെ ഉള്ളതാണ് തായ്ലൻഡിലൊരു വെറൈറ്റി സാധനമാണ് സോപ്പ്. നല്ല മണമുണ്ട്, മാംഗോൻ്റെ തന്നെ, മാംഗോ ആണ് ഫ്ലേവർ വരുന്നത്. നല്ല മണം എന്ന് വെച്ചാൽ നമുക്കിത് യൂസ് ചെയ്യാൻ തോന്നത്തില്ല, നല്ല മണം. ഇതിങ്ങനെ കാണുമ്പോൾ നല്ല ക്യൂട്ടല്ലേ. ഇതിൻ്റെ ബാക്കിൽ ഒരു ലൂഫായ കൂടെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ മാംഗോ മേടിച്ചു. പിന്നെ ഉള്ള ഏത് ഫ്ലേവർ, പൈനാപ്പിൾ മേടിച്ചു. പൈനാപ്പിൾ, മാംഗോ, ദെൻ ദിസ് വൺ ഇസ് പൈനാപ്പിൾ. ആൻഡ് നെക്സ്റ്റ് വൺ ഒരു അടിപൊളി സാധനമാണ് കോക്കനട്ട്. നല്ല ക്യൂട്ടല്ലേ കാണാൻ, നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമുക്കിങ്ങനെ തൂക്കിയിടാം, ലൈക്ക് നല്ല മണമുണ്ട് കേട്ടോ, നമുക്ക് നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഇത് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അണ്ടർആം റോൾ-ഓൺ തന്നെ ഒരെണ്ണം കൂടെ മേടിച്ചു. എനിക്കിത് കുറച്ച് കൊള്ളാൻ തോന്നി അങ്ങനെ. ദെൻ ഒരു ഗ്ലൂട്ടാഹായയുടെ ചെറിയൊരു പാക്കറ്റ്. ഗ്ലൂട്ടാഹായ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ അവിടെ ജസ്റ്റ് കണ്ടപ്പോൾ എടുത്തേ ഉള്ളൂ. പിന്നെ ഇതേപോലെ കുറേ ഓൺലൈൻ റിവ്യൂ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ച സാധനമാണ്. 7-Eleven മേടിച്ചതാണ്, ഡവിൻ്റെ ഒരു ഇത്. പിന്നെ ദിസ് വൺ, ഇത് ആക്ച്വലി നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാൻ ഒരെണ്ണം യൂസ് ചെയ്തു, തായ്ലൻഡിൽ വെച്ച് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നടന്നു, കാലൊക്കെ വേദനിച്ചപ്പം. ഇത് നമ്മുടെ മെഡിക്കേറ്റഡ് പ്ലാസ്റ്ററാണ് ആക്ച്വലി. ഒന്നുമില്ല, ടൈഗർ ബാം നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. അതേപോലെ ലൈക്ക് ഒരു പെട്ടെന്നൊരു വേദന വരുമ്പോൾ പെട്ടെന്നൊന്ന് സ്റ്റേബിൾ ആവണമെന്ന് തോന്നില്ല, നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്, നമുക്കാണ് കാലുവേദന, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതൊരു നല്ല ഓപ്ഷനാണ്. ഇതിൽ 4 എണ്ണം ഉണ്ട് കേട്ടോ, 4 പാച്ചസ് ഉണ്ട്. പിന്നെ ഇത് എന്ന് പറയുന്നത് തായ്ലൻഡിൽ വാങ്ങിച്ചാണ്. ഇത് നമ്മുടെ നാട്ടിൽ വിർജിൻ കോക്കനട്ട് ഓയിൽ ഇല്ലേ, അതാണ് സംഭവം. അവിടെ വിർജിൻ കോക്കനട്ട് ഓയിൽ നല്ല ഫേമസ് ആണ്. അതേപോലെ നല്ലൊരു മണമാണ് കേട്ടോ അവിടുത്തെ കോക്കനട്ട് ഓയിലിന്, അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഫൈബർ സ്ക്രബും കൂടെ ഉണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇത് ഇനിയിപ്പം മലേഷ്യയിൽ നിന്ന് മേടിച്ചാണ്. ഇതും കുറച്ച് ചോക്ലേറ്റ്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് മൈലോ ഇല്ലാണ്ടിരുന്നു മലേഷ്യ. അപ്പോൾ നമ്മൾ മലേഷ്യ പോയപ്പോൾ ഒരു മൈലോ മേടിച്ചു. ദെൻ കുറച്ച് സ്ക്രഞ്ചീസ്. ദെൻ മലേഷ്യയിലത്തെ ഇത് കാണിച്ചതില്ലല്ലോ ഞാൻ, ഇതാണ് സോവനീർസ് ഫ്രം ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് കുറച്ച് മേടിച്ചു. ഇത് ബോട്ടിൽ ഓപ്പണർ കൂടെയാണ് കേട്ടോ.
ഇത് മലേഷ്യയിൽ മേടിച്ച. പിന്നെ നമ്മൾ തായ്ലൻഡിൽ പോയപ്പോൾ മേടിച്ചത് നമ്മൾ മറ്റേ നോർമലി മണക്കുന്ന സാധനമല്ലേ, അതിൽ നിന്ന് മാറിയിട്ട് ഇത് ഭയങ്കര അടിപൊളി പ്രൊഡക്റ്റാന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആ പയ്യൻ നമുക്ക് കാണിച്ചു തന്നെ ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യട്ടോ. പക്ഷെ നല്ല പ്രൊഡക്റ്റ്, നല്ല പവർഫുൾ ആണ്. നമ്മൾ ലൈക്ക് ടൈഗർ ബാം ഒക്കെ തേക്കില്ലേ, അതിൻ്റെക്കാളും കുറച്ചുകൂടെ പവർഫുൾ ആണ്. പിന്നെ ഇത് ആക്ച്വലി ഞാൻ അത്ര പ്രിഫർ ചെയ്യുന്നില്ല, ഞാൻ കണ്ടപ്പോൾ മേടിച്ചായിരുന്നു. ഈ ജലദോഷത്തിനൊക്കെ ഉള്ള ഗുളിക പറഞ്ഞിട്ട് ടാബ്ലറ്റ്, ഒരു വല്ലാത്തൊരു ടേസ്റ്റ്, ശർക്കരയൊക്കെ അലിച്ച് കഴിക്കുന്ന പോലെ വലിയ ലൈക്കായില്ല എനിക്ക്. പിന്നെ ഇതിൻ്റെ കുറേ പാക്കറ്റ്സ് നമ്മൾ മേടിച്ചത്, നമ്മൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ കഴിച്ചു. ഇത് മലേഷ്യയിൽ നിന്ന് മേടിച്ച ടൂറിംഗർ ഷോപ്പ് തന്നെ കേട്ടോ മേടിച്ചത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ കുറേ ഫ്ലേവേഴ്സ് മേടിച്ചു. ആൻഡ് ഇതൊരു ലിപ്റ്റിൻ്റെ ആണ്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതും തായ്ലൻഡിൽ നിന്ന് മേടിച്ചാണ്. ആൻഡ് ദിസ് വൺ ഒരു ബാഗ്, ഒരു ക്യൂട്ട് ബാഗ്, അത് മലേഷ്യയിൽ മേടിച്ചു. ഒരു കോംബ് മലേഷ്യ, മലേഷ്യ മേടിച്ച. ഇതും ടൂറിംഗർ ഷോപ്പ് മലേഷ്യ. ഇതൊക്കെ 61 rupees ഒക്കെ ഉള്ളു കേട്ടോ ഇതിന്റെ റേറ്റ് ഉള്ളത്. പിന്നെ 2-3 ചപ്പൽസ് കുറച്ചെണ്ണം വായിച്ച് നമ്മൾ കൊടുത്തു അതൊക്കെ. പിന്നെ ദ മെയിൻ പാർട്ട് ഓഫ് ദ ട്രിപ്പ്, അതാണ് ഇനി നെക്സ്റ്റ് ഒരു വലിയ പാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് വെരി ബ്രാൻഡഡ് ഐറ്റംസ് മേടിച്ചു. അതാണ് നമ്മുടെ ഷൂസ്. നമ്മള് മലേഷ്യയിൽ ഗെൻഡിങ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഗെൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഫേമസ് ആയിരിക്കും, കേബിൾ കാർ അങ്ങനെയൊക്കെ ഉണ്ട്. ബട്ട് അവിടുത്തെ ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ് യു മസ്റ്റ് ട്രൈ. അതായത് ഗെൻഡിങ്ങിൽ നമ്മൾ കേബിൾ കാറിൽ കയറുമ്പോൾ അവിടെ ഒരു കസീനോ ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ ഔട്ട്ലെറ്റ്സ് അല്ല കേട്ടോ, താഴത്ത്, അതായത് കേബിൾ കാർ കയറുന്നതിന് മുന്നേ നമ്മളിപ്പം ബസ് ഓർ കാർ വാട്ടെവർ നമ്മൾ പോകുമ്പോൾ ഇറങ്ങുന്ന ഒരു സ്ഥലമുണ്ട്, പ്രീമിയം ഔട്ട്ലെറ്റ് മാൾ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അവിടെ ഓൾമോസ്റ്റ് എല്ലാ ഹൈ എൻഡ് ബ്രാൻഡ്സ് ഉണ്ട്. ഗുച്ചി, സാറ അല്ല, ഗുച്ചി വലിയ വലിയ ബ്രാൻഡ്സ് ഒക്കെ കേട്ടോ. ഇപ്പൊ നൈക്കി, ഷൂലാണെങ്കിൽ നൈക്കി, ന്യൂ ബാലൻസ്, ഒരിറ്റ്സുക, അങ്ങനെ കുറെ ബ്രാൻഡ്സ് ഉണ്ട് ഇഷ്ടം പോലെ. അതായത് നമുക്ക് വേണ്ട എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും അവിടെ ഉണ്ട്. പ്രാഡ ഒക്കെ ഉണ്ട്, കുറേ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് നമുക്ക് എല്ലാത്തിനും ഒന്നും അത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, അത്ര ഏരിയ ഉണ്ട്. നമ്മളത് മാപ്പൊക്കെ നോക്കി ഓടണം. അപ്പൊ നമ്മൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ ജെൻഡിങ്ങിന്റെ മേലെ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, സെർച്ച് ചെയ്തത്. അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഗെൻഡിങ് മേലെ. അത് കസിനോ ഒക്കെ ഉള്ള പോർഷനിൽ താഴെ വരണം. താഴെ വന്നിട്ട് നമ്മൾ ഭയങ്കര ഓഫറാണ്. അതായത് ഞങ്ങള് ന്യൂ ബാലൻസിന്റെ ഫസ്റ്റ് വൺ നൈക്കി കാണിച്ചത്. ദിസ് വൺ ഞാൻ വാങ്ങിച്ച നൈക്കി ഷൂ, നൈക്കിയുടെ ഒരു ഷൂ ഞാൻ മേടിച്ചു. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഒരെണ്ണം മേടിച്ചു കേട്ടോ. നൈക്കിൽ എങ്ങനെ വെച്ചാൽ 50% ഓഫറാണ്. ആൻഡ് ഇതാണ് എന്റെ ഹസ്ബൻഡ് മേടിച്ച ഷൂ, ഷാറൂഖ് മേടിച്ച ഷൂ. ഇതാണ് കിടിലല്ലേ, നല്ല ക്യൂട്ട് അല്ലേ. ഐ മീൻ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമുക്ക് ആക്ച്വലി വളരെ കുറഞ്ഞ ചീപ്പ് പ്രൈസിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എല്ലാം കൂടെ 7000 സംതിങ് ആയതേ ഉള്ളൂ. ഇതിന് ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ് കേട്ടോ, ഒറിജിനൽ ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ് എന്നാണ്. അപ്പൊ നമ്മൾ ഇത്രയും കുറഞ്ഞതായിട്ട് പറയുമ്പോൾ ഒറിജിനൽ പ്രൊഡക്റ്റ് എല്ലാം കഴിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ബ്രാൻഡ് ഔട്ട്ലെറ്റ് അല്ലേ, അതുകൊണ്ടാണ് നല്ല ഡിസ്കൗണ്ടിൽ കിട്ടുന്നത് നമുക്ക്. അതായത് നമ്മൾ രണ്ടെണ്ണം എടുത്താൽ ഒന്നിന്റെ പൈസ കൊടുത്താൽ മതി, ബൈ 1 get 1 ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ എത്ര പ്രൊഡക്റ്റ് എടുക്കുന്നു അതിന്റെ പകുതി എമൗണ്ട് കൊടുത്താൽ മതി. അതാണ് അവിടുത്തെ ഓഫർ. കിട്ടില്ല ഓഫറാണ്. അവിടുന്ന് എല്ലാവരും ചാക്ക് കണക്കിന് നൈക്കിന്ന് മേടിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ന്യൂ ബാലൻസ്. ന്യൂ ബാലൻസിന് ആക്ച്വലി നമ്മൾ 3 ഷൂസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. 3 ഷൂ എന്ന് പറയുന്നത് 2 നമ്മൾ ഇട്ടു, താഴെ കിടക്കുകയാണ്. അത് കുറച്ച് നമ്മൾ ഇട്ടല്ലോ, അപ്പം ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്നില്ല. ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുള്ളത് ഇതെന്റെ കെട്ടിയോൻ മേടിച്ചാണ്. ഷാറൂഖ് മേടിച്ചത്. ഷാറൂഖ് 2 ഷൂസും ഞാൻ 1 ഷൂ മേടിച്ചത്. അവിടെ എങ്ങനെയായിരുന്നു വെച്ചാല് buy 2 get 1, ഒരു റിങ്കറ്റിന് എക്സ്ട്രാ ഒരു റിങ്കറ്റൂടെ കൊടുത്തതിന് നമുക്ക് 3 ഷൂസ് കിട്ടും. അതിന്റെ ഇതിന് നോർമൽ പ്രൈസ് 18,000 ആണ് നമ്മൾ സൗദിയിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത്. ഇത് 9060 ആണ്. ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ആണ്. നമ്മൾ അവിടെ തന്നെ പോയപ്പോൾ അവിടെ തന്നെ കളേഴ്സ് കുറവായിരുന്നു. പക്ഷെ ഈ കളർ കൊള്ളാല്ലേ, നല്ല രസമല്ലേ, നല്ല ഞാനും പറഞ്ഞു നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് കിട്ടും. അപ്പോൾ 9060 ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 18,000 ആണ് നാട്ടിലെ പൈസ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമുക്ക് ഇങ്ങനെ ഓഫർ വരുന്നത് വെച്ചാല് ഇതിന് തന്നെ ഓഫർ ഉണ്ട്. ഈ 18,000 തന്നെ ഓഫർ ഉണ്ട്. അത് എത്ര വരുന്നത് വെച്ചാല് നമുക്ക് അവിടെ വെറും 10,000 രൂപയ്ക്കാണ് അവിടെ കിട്ടുന്നത്. പക്ഷെ നമ്മൾ 3 ഷൂസ് എടുത്തുകൊണ്ട് ലൈക്ക് നമ്മൾ ഓഫർ വരുന്നതുകൊണ്ട് 3 ഷൂസ്, ഞാൻ പറഞ്ഞില്ലേ 2 ഷൂസ് മേടിച്ച ഒരു ഷൂ 24 rupees. ഐ മീൻ 1 റിങ്കറ്റ് കൊടുത്തു വെച്ചാൽ 24 rupees കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്രീ ആയിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഷൂന് വെറും 6000 സംതിങ്. അതായത് ന്യൂ ബാലൻസിന്റെ ഒറിജിനൽ ഷൂ ആണ് കേട്ടോ, OG ഷൂ. 3 ഷൂ മേടിച്ചപ്പോൾ ഒരു ഷൂന് 6000 സംതിങ്. നമുക്ക് 3 ഷൂ ഇട്ടാണ്. ഭയങ്കര നല്ല ഓഫറാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വാങ്ങാൻ ഇത്രയും താല്പര്യം ഇല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കൂട്ടി പോകും. അപ്പോൾ ഫ്രണ്ട്സിനെ കൂടി 3 ഷൂ 6000 നമ്മളെ നാട്ടിൽ കിട്ടുമോ ന്യൂ ബാലൻസ്. ദെൻ ഇനി 2 ഷൂസ് കൂടെ ഉണ്ട് കേട്ടോ. കിടിലൻ ഷൂസാണ് നമ്മൾ മേടിച്ചത്. പക്ഷെ അത് താഴേന്നൊരു ഷൂസ് കിട്ടി കേട്ടോ. ഇത് എനിക്കല്ല, എൻ്റെ കെട്ടിയവരാണ്. എൻ്റെ കെട്ടിയവർക്ക് ഒരു ഡാൻസറാണ്, കൊറിയോഗ്രാഫറാണ്. സോ ഷൂ ഒബ്വിയസ്ലി എന്തായാലും ആവശ്യം വരുമല്ലോ. ഞാൻ സാറയിൽ ഒരു ഷൂ നോക്കിയായിരുന്നു ഗൈസ്.
ഒരു റെഡ് കിട്ടില്ല ഷൂ. നല്ല ഞാൻ കുറെ കാലം നോക്കി, നല്ല ഓഫറിൽ കിട്ടിയതാണ്. പക്ഷെ എനിക്ക് സൈസ് ഉണ്ടായില്ല. എനിക്കിപ്പോഴും ആ വിഷമം മാറിയിട്ടില്ല. അപ്പം ഇത് സാറേന്ന് കിട്ടിയതാണ്. ഇതും ഭയങ്കര ചീപ്പ് റേറ്റിന് കേട്ടോ കിട്ടിയത്. എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ദെൻ നെക്സ്റ്റ് നമ്മൾ മേടിച്ച പ്രൊഡക്റ്റ് ആണ് ഫോസിലിന്റെ. ഇത് നമ്മൾ ആക്ച്വലി ഗെൻഡിങ് നമുക്ക് 8:30 ബസ് ഉണ്ടായിരുന്നത്. നമ്മൾ 8:25 ആയപ്പോഴാണ് ഇത് വാങ്ങിച്ചറിയത്. നമ്മൾ നേരെ ജസ്റ്റ് ഒരു ഫോസിലിന്റെ കട കണ്ടു, കയറി ഇഷ്ടപ്പെട്ടു എടുത്തു. അങ്ങനെ എടുത്ത 2 വാച്ചസ് ആണിത്. ഞാൻ ആക്ച്വലി ഫോസിൽ വാച്ച് കുറെ ആയിട്ട് നോക്കുന്നത്, ഇവിടെ നോക്കുന്നുണ്ട്. പക്ഷെ എൻഗ്രേവ് ചെയ്യുന്നുള്ള ഇതിലാണ് ഞാൻ നോക്കിയത്. പക്ഷെ അവിടെ എൻഗ്രേവിങ് ഉണ്ടായില്ല. പക്ഷെ ഇതെനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ എടുത്തു. ദിസ് വൺ ഈസ് മൈ മോഡൽ. ഇതാണ് എൻ്റെ ഫോസിലിൻ്റെ വാച്ച്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഗൈസ്. ഞാൻ കാണിച്ചത് കൈ കെട്ടിയിട്ട് കാണിച്ചത്. ഇതാണ് എൻ്റെ ഫോസിലിൻ്റെ വാച്ച്. കൊള്ളൂലേ? രസല്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതാകുമ്പോൾ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഗോൾഡാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഗോൾഡ് ആൻഡ് സിൽവർ ഓർണമെന്റ്സിനോട് പെയർ ചെയ്യാലോ. പക്ഷെ നമ്മളിപ്പം സിൽവർ ജ്വല്ലറി ആണെങ്കിൽ എനിക്ക് സിൽവർ വാച്ച് അത്ര ഇല്ല, ഒരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു വാച്ചാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ബോത്തിൻ്റെ കൂടെ പെയർ ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു റോളക്സിൻ്റെ ഒക്കെ ലുക്ക് വരുന്നില്ലേ ഗൈസ്? അപ്പോൾ ഇതൊരു റോളക്സിൻ്റെ ഒക്കെ ലുക്കില്ലേ ഗൈസ്? റോളക്സ് അല്ല, ഫേഴ്സിലാണ്, ബട്ട് ഒരു ലുക്കില്ലേ. ദെൻ നെക്സ്റ്റ് ഷാറുഖ് മേടിച്ച വാച്ച് മേടിച്ച ഫോസിൽ. നല്ല ബോക്സ് ആട്ടോ ഫോസിലിൻ്റെ. അത് ഞാൻ ആദ്യമേ എടുത്തു വരും. എൻ്റെ നല്ല ക്യൂട്ടല്ലേ. നമ്മളോട് അവർ ചോദിക്കും ഏത് ബോക്സാണ്. നമ്മൾ വാറണ്ടി കാർഡൊക്കെ ഉണ്ട് കേട്ടോ. ഒറിജിനൽ പ്രോഡക്റ്റ് ആണ്. ഇനിയിപ്പം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ആരും വിചാരിക്കണം. യെസ്, ദിസ് വൺ ഇസ് മൈ ഹസ്ബൻഡ്സ് വാച്ച്. ഫോസിലിൻ്റെ തന്നെ. ആക്ച്വലി ഈ വാച്ച് നമുക്ക് എത്രയൊക്കെ കിട്ടിയത്? ഹസ്ബൻഡിൻ്റെ വാച്ച് ഫോസിൽ. ഷാറൂഖിൻ്റെ വാച്ച് ഇതാണ്. ഇത് ആക്ച്വലി കൊള്ളില്ല, നല്ല രസമുണ്ട്. ഷാറൂഖ് പിന്നെ സീക്കോ വാച്ച് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഗെൻഡിങ്ങിൽ നോക്കട്ടെ. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഗെൻഡിങ്ങിൽ ബൈ 1 get 1 ആയത്. നമ്മൾ ഒരെണ്ണം റെഡി ക്യാഷ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ ഒരെണ്ണം കൂടെ കിട്ടും, ഫ്രീ കിട്ടും. നല്ലൊരു ഓഫറാണ്. 65,000 എന്താണ് നമ്മൾ നോക്കിയ മോഡൽ. പക്ഷെ നമ്മൾ ആ അക്കൗണ്ടിൽ നമ്മൾ അത്രയും ക്യാഷ് കരുതിയിട്ടുണ്ടായില്ല. സോ നമ്മൾ നെക്സ്റ്റ് ടൈം എടുക്കും ഇൻഷാല്ലാ. അപ്പോൾ ഇത് ഫോസിലിൻ്റെ ഒരു വാച്ച്. കണ്ടു ഇഷ്ടപ്പെട്ടു എടുക്കുന്നു. അങ്ങനെ എടുത്ത വാച്ചാണ് കേട്ടോ. അത് ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങൾ നോക്കിയിട്ടില്ല. അത്ര ടൈം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞല്ലോ 8:30 ബസ്. കറക്റ്റ് ടൈം എടുക്കും കേട്ടോ. മലേഷ്യയിൽ ഭയങ്കര പങ്ക്ച്വാലിറ്റിയാണ്. കറക്റ്റ് ടൈം നമുക്ക് എടുക്കും. ദെൻ നമ്മൾ ഓടിക്കതൊക്കെ ബസ് എത്തി. ദെൻ ഈ വാച്ച് ഇതിന് നമുക്ക് ആക്ച്വലി 6,000 സംതിങ് ആണ് ഈ വാച്ചസിനായത്. അതായത് രണ്ടും കൂടെ അല്ല കേട്ടോ, ഒരു വാച്ചിന് 6,000 സംതിങ്. ബട്ട് ഇറ്റ്സ് എ ഗുഡ് ഓഫർ. ഞാനിവിടെ കുറേ നോക്കിയപ്പോൾ 12,000 11,000 ഒക്കെയാണ് കണ്ടത്. ഞാൻ കുറേ നാട്ടിൽ കുറച്ച് നോക്കിയായിരുന്നു ഫോസിൻ്റെ. സോ ഇത്രയാണ് നമ്മുടെ അൺബോക്സിങ്. ഇനിയും കുറേ സാധനം ഉണ്ട് കേട്ടോ. കുറച്ച് ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ അല്ല, ഒരു ഫൈനൽ പ്രോഡക്റ്റ്. ഇത് നമ്മൾ യൂസ് ചെയ്തു. ഇത് നമ്മൾ അധികം കേട്ടിട്ടില്ല, ആരും പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. അവിടുത്തെ തന്നെ ഒരു സ്റ്റാഫ് പറഞ്ഞിട്ടെടുത്ത ഒരു സോപ്പാണ്, അൽ അഡ പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിട്ടോ, നല്ല സോപ്പാണ്. ടാൻ നല്ല രീതിക്ക് മാറുന്നുണ്ട്. നമ്മളെ ഈ നാട്ടിൽ ഗർ സോപ്പ്, അത് സോപ്പ്, ഇത് സോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ടാൻ മാറും അങ്ങനെ. പക്ഷെ ഇത് ശരിക്കും ടാൻ മാറും. നമുക്ക് നല്ല ടാൻ അടിച്ചായിരുന്നു. നമ്മൾ ഭയങ്കര ടാൻ മാറിയതൊന്നുമല്ല, പക്ഷെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ബട്ട് നല്ല സോപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല പതയുണ്ട്, കുറച്ച് യൂസ് ചെയ്താൽ മതി. കുറച്ച് വൈറ്റനിങ് ആയിട്ടുള്ള സാധനമാണ് പറഞ്ഞത്. പക്ഷെ യൂസ് ചെയ്യാൻ കൊള്ളാം, നല്ലതാണ്. പിന്നെ നമുക്കൊരു പ്രൊഡക്റ്റ് കൂടെ ഉണ്ട് കേട്ടോ. H&Mന്റെ പ്രൊഡക്റ്റാണ്. 2 ടീഷർട്സ് ആണ്. നമ്മൾ ഫ്രണ്ട്സിന് വേണ്ടി മേടിച്ചാണ്. ഇതൊക്കെ ആക്ച്വലി നല്ല എമൗണ്ടിലാട്ടോ, നല്ല ഡിസ്കൗണ്ടിലാണ് നമുക്ക് കിട്ടിയത്. 29 റിങ്കറ്റ് എന്തോ ആയതുള്ളൂ. 29 റിങ്കറ്റ് ഇൻ ദ സെൻസ് നാട്ടിൽ ഒരു 600 സംതിങ് ഒക്കെ ആയതുള്ളൂ. നല്ല ക്വാളിറ്റി ടീഷർട്ടാണ്. H&Mന്റെ ടീഷർട്ടാണ് ഇത്. പിന്നെ പറയുന്നത് പിന്നെ എൻ്റെ സൗണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. തായ്ലൻഡ് ഒരു ട്രിപ്പ് കഴിഞ്ഞ ഒരു പനി, അത് നിർബന്ധമാണല്ലോ. ദാറ്റ്സ് വൈ മൈ സൗണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇത്രയാണ് നമ്മുടെ വ്ളോഗ്, പെട്ടി പൊട്ടിക്കൽ വ്ളോഗ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സീ യു, ബൈ ബൈ.